അങ്ങനെ ഞങ്ങള് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, ഒരു മാസത്തിന് ശേഷം. ഒരു മാസം പോരാ അല്ലേ, മാസത്തിൽ കൂടുതലായി. കാരണം നമ്മള് വെക്കേഷന് പോകുന്നതിന്റെ കുറെ മുമ്പ് നിർത്തിയതാണ്. ഗോൾഡിന്റെ അവസാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വലിയൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ ആ തിരിച്ചുവരവ് ഒരു ഗംഭീരമാക്കാൻ തന്നെ വിചാരിച്ച്. അതായത് നമ്മുടെ തലപതി വിജയന്റെ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതെ, തലപതിയുടെ അതുപോലെ തന്നെ അജിത്തിന്റെ സിനിമയാണ് നമുക്ക് ഏറ്റവും അടുത്ത് റിലീസ് ആവാനിരിക്കുന്നത്. അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ആദ്യം തന്നെ പിടിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി. നമ്മള് ഫസ്റ്റ് ചെയ്തത് ബീസ്റ്റ് അല്ലേ? ഫസ്റ്റ് ബീസ്റ്റ് ആണോ അത് തുടങ്ങിയ സമയത്ത് KGF ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ബീസ്റ്റും ഒരുമിച്ച് നമ്മൾ ചെയ്തത് തുടക്കം. അതായത് ഒരു വിജയ് സിനിമ റിലീസിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വീണ്ടും തിരിച്ചു വരവെന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻസ് ആയി മാറി എന്നൊക്കെ പറയാം. അതെ, അപ്പോൾ വീണ്ടും ഒരു വിജയ് സിനിമ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങും. കുറെ തവണയായി നമ്മൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി ജയറാമേട്ടന്റെ സിനിമ ഒക്കെ പറയുന്നത്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് വളരെ എന്താ പറയുക, നമ്മൾ ക്ഷമ ചോദിക്കുന്നു ഈ ഒരു കേസിൽ. എന്താ വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് അധികം കുറഞ്ഞിട്ടൊന്നുമില്ല. ഒരു പ്രതീക്ഷയില് അവരൊരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്, അവരൊക്കെ തിരിച്ചു വരുമെന്ന് വിചാരിക്കും. മക്കളെ തിരിച്ചു വരും പ്ലീസ്. ഞങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു 2023 എന്നുള്ള ഈ ഒരു പുതുവർഷത്തോട് കൂടിയിട്ട് ഇനിയൊരു മടങ്ങിപ്പോക്കില്ലാതെ, അതായത് ഇനിയൊരു ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങൾ സാധിക്കട്ടെ. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും അസുഖമൊക്കെ കട്ടായി പോകാറുണ്ട്. ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പിന്നെ വരാറ്. എന്നാലും ഞങ്ങള് വീണ്ടും വരും, വീണ്ടും തിരിച്ചു വരും ഫുൾ പവറോടുകൂടി. തളരില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അതായത് ദളപതിയുടെ വാരിസ് എന്ന് പറയുന്ന സിനിമയുടെ അത് എന്തായാലും ബുധനാഴ്ചക്കായിട്ടാണ് തുടങ്ങുന്നത്. ഈ ആഴ്ചയിൽ തന്നെ രണ്ട് സിനിമ, അജിത്ത് അതുപോലെ തന്നെ വിജയ്, രണ്ട് യുദ്ധം നടക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാഷ് ആണ് നമുക്കിപ്പോ വരാൻ. കുറെ കാലങ്ങൾക്ക് ശേഷമാണോ ഇതൊക്കെ ഇങ്ങനെ വരുന്നത്? രണ്ടും കൂടി ഒരുമിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ പറയാനുള്ളത് എന്താ വെച്ചാല് ഈ രണ്ടുപേരുടെ സിനിമകൾ, കഴിഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാതെ കാരണം കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അത് ആദ്യം തന്നെ പറയാലോ, വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. എന്താ വെച്ചാൽ ബീസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ അജിത്തിന്റെ വലിഞ്ഞതാണ്, വലിയ ആകെ അലമ്പായിട്ടുള്ളതാണ്. എന്നാലും ഇവരുടെ രണ്ടുപേരും സിനിമ വരുന്ന സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും ഫാൻ ബേസ് ഉണ്ടാവും. മാത്രമല്ല ഇവരുടെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ സ്ക്രീൻ സ്പേസ്, അതുപോലെ തന്നെ ഇവരുടെ ആക്ഷൻ, മാസ് മസാല, ഡാൻസ്, ഇതൊക്കെ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ഇത് വിട്ടിട്ടുള്ള ഒരു കളി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതും. ഈ ടീസറും ട്രെയിലറും ഒക്കെ കാണുന്നത്. ടീസറല്ല, ട്രെയിലർ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇരിക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് വെക്കേഷനിലായത് കാരണം കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് എടുത്തതെന്നുള്ളത്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അച്ഛനായി. അതൊരു ബിഗ് വിശേഷം തന്നെയാണ് എനിക്കുള്ളത്. ആ ഒരു വിശേഷത്തിന്റെ തിരക്കിലായിരുന്നു മച്ചാനുണ്ടായിരുന്നത്. ഞാൻ പിന്നെ എൻ്റെ വെക്കേഷൻ മൂഡ്, അതായത് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വഴിയിലായിരുന്നു. മാത്രമല്ല ഇതിനിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ട്രീറ്റ്മെൻറ്റ്, അതായത് പല്ലിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം കൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. അതായത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും ഫുള്ളി ഒരു തടസ്സങ്ങളായിരുന്നു. മൊത്തത്തിൽ തടസ്സങ്ങളായിരുന്നു. അത് നമ്മളെ ശ്രമിച്ചതാണ്. പല സിനിമകളും കണ്ടതാണ്. അതുപോലെ തന്നെ കുറെ ട്രെയിലറുകളും മമ്മൂട്ടിയുടെ, മോഹൻലാൽ, ഇവൻ അവതാർക്ക് പോയിട്ട് എവിടെയൊക്കെ പോയി ഫസ്റ്റ് ഡേ തന്നെ കണ്ടതാണ്. ബാംഗ്ലൂർ ഐമാക്സ് പോയി കണ്ടതാണ്. എന്നിട്ട് തിരിച്ചു വന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അങ്ങനെ കുറെ തടസ്സങ്ങൾ എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് നേരെ ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരെ ട്രെയിലർ കാണാം. തിരിച്ചു കിട്ടണ്ട. പക്ഷെ ഒരു കാര്യം കൂടി മറന്നോട്ടെ, നേരത്തെ പറയാൻ മറന്നതാണ്. അതായത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു ബ്രേക്ക് ഇല്ലാണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, വെൽക്കം ടു ഹൈപ്സ് മീഡിയ. ஓகே, அப்போ தொடங்கலே. வீடுங்கிறது வெறும் கல்லு மண்ணு தாண்டா. குடும்பம் அப்படியா? கிரேட் சார். இந்த காலத்துல கூட ஒரு ஜாயிண்ட் ஃபேமிலியா இருக்கிறது ஒரு ரேர் சார். இன்ட்ரெஸ்டிங்கான விஷயம் என்னன்னா, நீங்க உங்க 2 பசங்களை தான்
ஃபேமிலின்னு இன்ட்ரடியூஸ் பண்ணி கடைசி பையனை பத்தி ஒரு வார்த்தை கூட பேசவே இல்லை. எங்கடா இருக்க நீ? மா எல்லா இடமும் நம்ம இடம்தான். இன் பிஸ்னஸ் ஆல்வேஸ் பி அலர்ட். நல்ல வேட்டைக்காரனுக்கு கண்ணில் மண் விழுந்தாலும் கண்ணு திறந்தே தான் இருக்கணும். வேடனுக்கு வேட்டை தொழில். போய் அப்பங்கிட்ட சொல்லு, இந்த சீட்டோட ஹீட் என்னன்னு இனிமே தான் பார்க்க போறேன். பவர் சீட்ல இருக்காது சார், அதுல வந்து ஒருத்தன் உட்கார்றான்ல அவன்கிட்ட தான் இருக்கும் நம்ம பவர். அந்த ரகம் காதல் சில பேருக்கு பூ மாதிரி, அது ஒரு முறை உதிர்ந்துட்டா மறுபடியும் எடுத்து ஒட்ட வைக்க முடியாதுப்பா. அதெல்லாம் கம்மு போட்டு ஒட்டிக்கலாம்ப்பா. இனிமேல அடி மேல அடி மேல அடி மேல அடி மேல அடி விழுந்துட்டே இருக்கும். இந்த வீடு என் கண் முன்னாடியே உடைஞ்சிட்டு இருக்கு. நீ என்னை தாண்டி எங்கேயோ போயிட்டடா. மாமே, அன்போ அடியோ எனக்கு கொடுக்கும் போது கொஞ்சம் யோசிச்சு கொடுக்கணும். ஏன் சொல்லு? நீ எதை கொடுத்தாலும் அதை நான் ட்ரிபிளா திருப்பி கொடுப்பேன். உனக்கு தெரியாதுல்ல? கிரவுண்ட் மொத்தம் ஆளுங்க இருக்கலாம், ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தரை மட்டும் தான் பார்ப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன். குடும்பம்னா குறை இருக்கும் தான், ஆனா நமக்குன்னு இருக்கிறது ஒரே ஒரு குடும்பம் தான். ഇത് ഉറപ്പ് ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇറക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഫുൾ ഫാമിലി ആക്ഷൻ ഡ്രാമ ലവ് എല്ലാം അല്ലാണ്ട് അതായത് ഒരു കംപ്ലീറ്റ് ഒരു ടെംപ്ലേറ്റ് എടുത്ത് വെച്ച പോലെ ഒരു പാക്കേജ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സ്ക്രീൻ പ്രസൻസ്, മാസ്, അതുപോലെ തന്നെ ഡയലോഗുകൾ എന്തായാലും അതൊക്കെ ഫാൻസിനെ ആഘോഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സിനിമയിലുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പ്രതീക്ഷ തീരില്ല. എന്നാലും എന്താ പറയാ, ഫുൾ എന്റർടൈൻമെന്റ്. സംഭവം തിയേറ്ററിനകത്ത് തകർക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമുക്കൊരു പുതുമയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകാൻ പറ്റിയൊരു സർപ്രൈസ് എലമെന്റ് ഒന്നുമില്ല അതില്. ഇല്ല, എല്ലാ സംഭവങ്ങളും ട്രെയിലറിനകത്ത് എല്ലാം കണ്ടു. നമുക്ക് കഥ കുറെ പ്രഡിക്റ്ററാണ്. ഒരു തലതെറിച്ച അതിന് തലതെറിച്ച ഒരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആക്ഷൻ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ വില്ലൻ പ്രകാശ് രാജ്. പണ്ടത്തെ പോക്കിരി അതൊക്കെയാണ് ഓർമ്മ വന്നത്. പോക്കിരി ഒരു അല്ലേ, അതിനകത്തൊക്കെയാണ് പ്രകാശ് രാജ് ഒരു വില്ലനിസം കാണിച്ചായിരുന്നു. അങ്ങനത്തെ ഒരു കട്ടക്ക് നിൽക്കുന്ന ഒരു വില്ലനൊക്കെയാണെന്ന് അങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. അതെ, അതായത് അത്യാവശ്യം ടൈം ഉണ്ട് തോന്നുന്നു ഈ മൂവി അല്ലേ. 3 മണിക്കൂറിന്റെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് 3 മണിക്കൂറിന്റെ അടുത്തുണ്ട് മൂവി. അത് അത്രയും എൻഗേജ് ആക്കണമെന്നുണ്ടെങ്കിൽ സാധനം വേണം. അതുണ്ടാവായിരിക്കും. അതുപോലെ തന്നെ പാസം ഇച്ചിരി ഓവറാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു സീരിയലിന്റെ ഒരു ഫീല് അതൊക്കെ കൂടി കാണിച്ചപ്പോൾ, അതായത് ഫാമിലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടി. എനിക്ക് ചില ആംഗിളിലൊക്കെ എന്താ പറയുക, മറ്റേ നമ്മുടെ കബി ഖുഷി കബി കറക്റ്റ് ഈ അച്ഛൻ അമിതാഭ് ബച്ചൻ ഒക്കെ കൂടിയിട്ട് ഒരു ഫാമിലി അല്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഫാമിലി ആകെ തകർന്നു പോകുമ്പോ അവസാനം ഈ തല തെറിച്ച ഏറ്റവും താഴെയുള്ള ഓൾറെഡി രക്ഷകൻ എന്നുള്ള പേരുണ്ട് തലവരിക്ക്. അതിന്റെ കൂടെ തന്നെ ഇതിപ്പോ കുടുംബരക്ഷ. മുൻപ് മറ്റേ നാട് മൊത്തം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു രക്ഷകനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ കുടുംബരക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മാത്രല്ല മുപ്പര് പാടിയിട്ടുണ്ട്. ആ പാട്ട് 128 മില്യണാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ആർക്കൊക്കെ പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഡാൻസ് ആയാലും പാട്ടുകളായാലും ഒക്കെ ഹിറ്റായി. അതുപോലെ തന്നെ നല്ലൊരു കളക്ഷനും ഈ സിനിമയ്ക്ക് ഉണ്ടാവും. അത്യാവശ്യം കളക്ഷൻ കിട്ടും. ഇപ്പൊ ഒട്ടും പ്രതീക്ഷയില്ലാത്ത നമ്മൾ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഊഹിക്കാലോ. അതുപോലെ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളുടെ ഓടം എന്ന് പറഞ്ഞാല് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ഒരു ട്രെയിലർ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട്ടുകാർക്ക് അതായത് പൊങ്കല് ഗംഭീര ഒരു പൊങ്കൽ
ഞങ്ങൾക്ക് പൊങ്കലിട്ടത്. ഞങ്ങൾക്ക് പൊങ്കാലയായിരുന്നു. ഞങ്ങൾ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല വേറെ. എന്നാലും പടം നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്നു ആയിരിക്കും നല്ലത്. നമ്മളല്ലാണ്ട് നമ്മൾ പ്രഡിക്ഷൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇവനാരുടെ പ്രവചന സിംഹം എന്നൊക്കെ ചിലവർ ചോദിക്കാനുള്ള സാധ്യത പൊങ്കാല നമുക്ക് കിട്ടും. ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോൾ ഒരു തോന്നൽ പറഞ്ഞു. അത് എപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളൂ. നല്ല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറയും, പൊട്ടപ്പടമാണെങ്കിൽ പൊട്ടപ്പടം എന്ന് പറയും, ആവറേജ് ആണെങ്കിൽ ആവറേജ് എന്ന് പറയും. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ തോന്നി, പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. അതുപോലെ മാസ് സീനുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ വരട്ടെ. ആക്ഷൻ പിന്നെ വിജയ് പൊളിക്കും, അത് വേറെ അറിയാലോ, കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കുറച്ചൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിങ്ങനെ വീണ്ടും പിച്ച വെച്ച് തുടങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് തിരുത്താനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് സ്റ്റേ ട്യൂൺ ടു ഹൈബ്സ് മീഡിയ.